മുല്ലപ്പെരിയാർ ഡാം കുഞ്ഞുമക്കളുടെ മനസ്സിൽ പോലും ഭയപ്പെടുത്തുന്നുവോ? എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. 5ാം ക്ലാസ്സുകാരിയായ എൻ്റെ മോൾ ഇന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ ആദ്യം എന്നോട് ചോദിച്ചത്, മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമോ? ഫ്രണ്ട്സ് എല്ലാം പറയുന്നു ഇനി അടുത്തത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അപ്പോൾ നമ്മളൊക്കെ മരിക്കുമെന്നാണല്ലോ. നമ്മൾ തൃശ്ശൂർ ജില്ലയാണോ? ഞാൻ മൂളിയിട്ടപ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും മരിക്കും, അത് ഉറപ്പാണ്. നമുക്ക് മാമാടെ വീട്ടിലേക്ക് പോയാലോ? അപ്പം ഞാൻ പറഞ്ഞു, സ്കൂൾക്കൊന്നും പോവണ്ടേ മോളെ, അതൊന്നും പൊട്ടില്ല മോളെ, ചുമ്മാ പറയുക. ഞാൻ അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേന്നും അവൾ ഇത് തന്നെ വീണ്ടും ആവർത്തിച്ചു, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, എനിക്ക് പേടിയാവുന്നു. അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മളൊക്കെ അർജുൻ ചേട്ടൻ്റെ പോലെ നമ്മളൊക്കെ വെള്ളത്തിനടിയിലാവില്ലേ? ഞാൻ അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു കേട്ടോ. ഞാൻ അവളെ വഴക്ക് പറഞ്ഞു, നീ മാത്രമൊന്നുമല്ലല്ലോ, ഞങ്ങളൊക്കെ ഇല്ലേ, നമ്മളെല്ലാവർക്കും അപ്പോൾ ഒരുമിച്ച് പോകാം. നീ പോയി പഠിക്കൂ കുട്ടി. എന്തിനാ പഠിക്കുന്നത്? മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമ്പോൾ നമ്മളൊക്കെ മരിച്ചു പോവില്ലേ? അപ്പോൾ അവൾ പറയുക, നമുക്ക് ഗൾഫിലേക്ക് പോയാലോ? അപ്പം ഞാൻ പറഞ്ഞു, അവിടെ നമുക്ക് ആരും ഇല്ലല്ലോ മോളെ, ഗൾഫിൽ നമുക്ക് എങ്ങനെ പോവുക? അപ്പോൾ അവൾ വീണ്ടും ചോദിച്ചു, ആ ഡാം ശരിയാക്കിക്കൂടെ? എല്ലാവരും ചേർന്ന് ആ ഡാം ഒന്ന് ശരിയാക്കിയാൽ എന്താ കുഴപ്പം? എല്ലാവരും ചേർന്ന് ശരിയാക്കുമായിരിക്കും മോളെ. രാത്രി കിടക്കാൻ നേരം വീണ്ടും ഭയത്തോടെ അവൾ ചോദിച്ചു, മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അപ്പം നമ്മളൊക്കെ മരിച്ചു പോവില്ലേ? ഇല്ല മോളെ, ഞാൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. മുല്ലപ്പെരിയാർ ഡാമൊന്നും പൊട്ടില്ല, അതൊക്കെ അധികാരികൾ നോക്കിക്കോളും, പ്രാർത്ഥിച്ച് കിടക്കും മോളെ. മുല്ലപ്പെരിയാർ ഡാം പൊട്ടരുതേ, ഞങ്ങളെ എല്ലാവരെയും കാത്തോളണേ എന്ന് അവൾ പ്രാർത്ഥിച്ച് കിടന്നു. ഇത്രയും അവരുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കാനുള്ള കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. അതൊന്നിപ്പോൾ അർജുൻ്റെ കാര്യം തന്നെ അവർക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു. അർജുന് വേണ്ടി അവർ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ ആദ്യം ചോദിക്കും, അർജുൻ ചേട്ടൻ രക്ഷപ്പെട്ടോ, അർജുൻ ചേട്ടനെ കിട്ടിയോ എന്നൊക്കെ അവർ ചോദിച്ചിരുന്നു കേട്ടോ. മറ്റത് സ്കൂളിൽ വിട്ട് വന്നാലൊക്കെ അവർ ഒന്നില്ലെങ്കിൽ കാർത്തു കാണുക, അല്ലെങ്കിൽ അവരുടേതായ ലോകത്തേക്ക് പോവുക സാധാരണ ചെയ്യുക. പക്ഷേ ഇപ്പോൾ കുട്ടികൾ അങ്ങനെയല്ല. അവർ ഈ ദുരന്തങ്ങളൊക്കെ അല്ലേ ഇപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വയനാട്ടിലെ ദുരന്തമായി, അത് കാണുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവരുടെ മനസ്സിൽ വല്ലാത്ത പേടികളുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ സ്കൂളിലൊക്കെ പോയിട്ട് ചിലപ്പോൾ കുട്ടികളുമായിട്ട് ഇതൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ പറയുന്നുണ്ടാകും, ഇനി അടുത്തത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അപ്പോൾ നമ്മളൊക്കെ മരിച്ചു പോവും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത് എന്നാണ് എനിക്കൊരു തോന്നുന്നത് കേട്ടോ. എന്തായാലും ഇനി ഒരു ദുരന്തമൊന്നും നമ്മുടെ എവിടെയും ഇല്ലാതിരിക്കട്ടെ. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷിക്കുന്നതോടെ നമ്മളെല്ലാവരും സുരക്ഷിതമാവട്ടെ. നമ്മളും ഇനി വരുന്ന തലമുറയും ഭയപ്പെടാതെ ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇത് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇനി മറ്റുള്ള കുട്ടികൾക്കും ഇങ്ങനെ ഭയപ്പാടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അതോടൊപ്പം നമ്മളുടെ കുട്ടികളുടെ മനസ്സിലുള്ള ഭയപ്പാടൊക്കെ ഒന്ന് മാറട്ടെ. അതോടൊപ്പം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.